ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. ക്രിസ്തുവിൻ്റെ പീഡാനുഭവവും ക്രൂശിലെ സഹനവും മരണത്തിൽ നിന്നുള്ള ഉയർത്തെഴുന്നേൽപ്പും ധ്യാനിക്കുന്ന നാളുകളാണല്ലോ ഇത്. ഇന്നത്തെ ധ്യാനത്തിനായുള്ള വിഷയം മനുഷ്യരുടെ നിലവിളികളെ മറികടക്കാത്ത കർത്താവ് എന്നതാണ്. ഇതിനായി ലഭിച്ചിരിക്കുന്ന വേദഭാഗം വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം 7-ാം അധ്യായം 11 മുതൽ 17 വരെയുള്ള വാക്യങ്ങളാണ്. കഫർനഹൂമിൽ നിന്നും നയീൻ എന്ന പട്ടണത്തിലേക്ക് യേശുവും ശിഷ്യന്മാരും വളരെ പുരുഷാരവും കടന്നു പോകുമ്പോൾ ആ പട്ടണത്തിലുള്ള വിധവയായ ഒരു സ്ത്രീയുടെ മരണപ്പെട്ട മകനെ ഉയർപ്പിക്കുന്ന സംഭവമാണല്ലോ ഈ വേദഭാഗത്തുള്ളത്. നിത്യമരണത്തിൻ്റെ അവസ്ഥയിൽ നിന്നും നിത്യജീവൻ നമുക്ക് നൽകാൻ പരമയാഗമായ കർത്താവ് ഈ വേദഭാഗത്തിലൂടെ നമ്മോട് സംസാരിക്കുന്നത് എന്തെന്ന് 3 ചിന്തകളിലൂടെ ധ്യാനിക്കാം. ഒന്നാമതായി, ക്രിസ്തു തകർന്ന ഹൃദയങ്ങളുടെ പുനഃസൃഷ്ടാവ്. എത്ര വലിയ പുരുഷാരത്തിനിടയിലും ഹൃദയം നുറുങ്ങിയവരെ തിരിച്ചറിയുന്ന കർത്താവാണ് നമ്മുടേത്. തക്കായി, രക്തസ്രവമുള്ള സ്ത്രീ, ബർത്തിമായി എന്നിവർ ചില ഉദാഹരണങ്ങൾ മാത്രം. യേശുവിനോടൊപ്പവും വിധവയോടൊപ്പവും വലിയ പുരുഷാരമുണ്ടായിരുന്നു. ഈ സ്ത്രീയോ കൂടെയുള്ളവരോ യേശുവിനോട് ഒന്നും ആവശ്യപ്പെടുന്നില്ല. എന്നാൽ ആ വിധവയുടെ ഹൃദയവിചാരങ്ങളെ കർത്താവ് അറിയുന്നു. 34-ാം സങ്കീർത്തനം 18-ാം വാക്യം ഇപ്രകാരം പറയുന്നു: ഹൃദയം നുറുങ്ങിയവർക്ക് യഹോവ സമീപസ്ഥൻ, മനസ്സ് തകർന്നവരെ അവൻ രക്ഷിക്കുന്നു. ഒരു വാക്കുപോലും ഉരിയാടാനാവാതെ വേദനയുടെ ആഴത്തിലായിരിക്കുമ്പോഴും പ്രിയരെ, നമ്മുടെ വേദന അറിയുന്നവൻ മനസ്സിലിവോടെ നമ്മുടെ ചാരിയുണ്ട് എന്ന് നാം മറന്നു പോകരുത്. ഇനി എന്ത് എന്ന ചോദ്യം പോലും സ്വയം ചോദിക്കാൻ നാം അശക്തരാവുമ്പോഴും ശക്തനായവൻ്റെ കരങ്ങൾ താങ്ങായി നമുക്കുണ്ടാവും. അത് തിരിച്ചറിയാനുള്ള ദൈവകൃപ എന്നും നമുക്കുണ്ടാവട്ടെ. രണ്ടാമതായി, തക്ക സമയത്ത് പ്രവർത്തിക്കുന്നവനായ കർത്താവ്. സ്ത്രീയുടെ മകൻ മരിച്ചതെങ്ങനെയെന്നോ എപ്പോഴെന്നോ പറയുന്നില്ല. ആ അമ്മ പ്രതീക്ഷകൾ അസ്തമിച്ച അവസ്ഥയിലൂടെയാണ് കടന്നു പോകുന്നത്. പ്രതീക്ഷയുടെ ഒരു തരി പോലും അവൾക്കില്ലായിരുന്നു. നമ്മുടെ ജീവിതത്തിലും വഴികളെല്ലാം അടഞ്ഞു പോകുമ്പോൾ, പ്രകാശങ്ങളെല്ലാം അണഞ്ഞു കഴിയുമ്പോൾ, ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്, ഭ്രമിച്ചു നോക്കേണ്ട, ഞാൻ നിന്റെ ദൈവമാകുന്നു എന്ന വാക്കുകളോട് കർത്താവ് ചാരിയുണ്ട്. അടുത്തേക്ക് വരുന്നവൻ ആരെന്നറിയുന്നില്ലെങ്കിലും മഞ്ചം ചുമക്കുന്നവർ നിൽക്കുന്നു. കർത്താവിന് പ്രവർത്തിപ്പാനായി സാഹചര്യം ഒരുക്കപ്പെടുന്നു. പലപ്പോഴും നമ്മുടെ അറിവിനും സൗകര്യത്തിനുമായി പ്രവർത്തിക്കുന്നവരാണ് നാം. എന്നാൽ മകനെ, മകളെ, നിനക്ക് മനസ്സുണ്ടോ എന്ന ചോദ്യവുമായി കർത്താവ് നിൽക്കുമ്പോൾ അവന് ചെവി കൊടുക്കുവാൻ, പ്രവർത്തിപ്പാൻ, ഒരവസരം നൽകാൻ ഉള്ളവരായിരിക്കാൻ നമുക്ക് കഴിയണം. മൂന്നാമതായി, അനുഭവിക്കുന്ന ദൈവകൃപകളെ ഓർത്ത് ദൈവത്തെ മഹത്വീകരിക്കുന്നവരായിരിക്കണം. എന്നേക്കുമായി നഷ്ടപ്പെട്ടു എന്ന് കരുതിയ മകനെ ജീവനുള്ളവനായി അവൻ്റെ അമ്മയ്ക്ക് ഏൽപ്പിച്ചു കൊടുക്കുന്ന കർത്താവ്. വിധവയോടൊപ്പം ഉണ്ടായിരുന്നവരിൽ ഭയം, അത്ഭുതം, സന്തോഷം, ആശ്വാസം, ഇങ്ങനെ പല വികാരങ്ങൾ ഉളവാകുന്നു. തൻ്റെ ജനത്തിൻ്റെ കഷ്ടതയിൽ, നിലവിളിയിൽ പ്രവർത്തിക്കുന്ന കരുണയുള്ള ദൈവം തങ്ങളെയും സന്ദർശിച്ചിരിക്കുന്നു എന്ന് അവർ തിരിച്ചറിയുന്നു. ആ തിരിച്ചറിവ് യഹൂദയിലും അതിന് ചുറ്റുമുള്ള നാടെങ്ങും യേശുവിനെ സാക്ഷീകരിക്കുവാൻ അവരെ പ്രാപ്തരാക്കുന്നു. പ്രിയമുള്ളവരെ, ക്രിസ്തുവിൻ്റെ അവസാനത്തുള്ള രക്തം വരെ നൽകിയാണ് നിത്യമരണത്തിൽ നിന്ന് നിത്യജീവന് നമ്മെ അവകാശികളാക്കിയിരിക്കുന്നത്. ഈ കർത്താവിൻ്റെ നാമം വേണ്ടവിധം മഹത്വീകരിക്കുവാൻ എനിക്ക് സാധിച്ചിട്ടുണ്ടോ എന്ന് സ്വയം ചോദിക്കുക. അനുതാപത്തിൻ്റെയും മാനസാന്തരത്തിൻ്റെയും രൂപാന്തരത്തിൻ്റെയും നാളുകളായി അനേകർക്ക് ഈ രക്ഷയെ കാണിച്ചു കൊടുക്കുന്നവരായി അനുഗ്രഹീതമായ ജീവിതം നയിപ്പാൻ ദൈവമായ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. കണ്ണുകളടയ്ക്കാം, പ്രാർത്ഥിക്കാം. സ്നേഹവാനായ ദൈവമേ, സ്വർഗീയ പിതാവേ, ഈ നല്ല സമയത്തിനായിട്ട് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ദൈവമേ, നീ ഞങ്ങൾക്ക് വേണ്ടി കാൽവരിയിൽ പരമയാഗമായി ഉയർത്തെഴുന്നേൽപ്പിലൂടെ ജീവനും പ്രത്യാശയും ഞങ്ങൾക്ക് നൽകിയിരിക്കുന്നതിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. ഈ നാളുകളിൽ നിന്റെ ത്യാഗത്തെയും നിന്റെ സഹനത്തെയും ഞങ്ങൾ ഓർക്കുമ്പോൾ കർത്താവെ, നിന്നോട് ഒരു പടി കൂടെ കൂടുതൽ അടുത്ത് നിൽപ്പാൻ, നിന്നോട് ഒരു പടി കൂടെ
കൂടുതൽ നിന്നെ സ്നേഹിക്കുവാൻ, നിന്റെ കൃപ അനുഭവിപ്പാൻ ഞങ്ങൾ ഈ നാളുകളിൽ സഹായിക്കണമേ. നിന്റെ നാമമഹത്വത്തിനായി ഞങ്ങൾ എല്ലാവരെയും നീ ഉപയോഗിച്ചു കൊള്ളണമേ. എല്ലാം യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ.